ഞങ്ങൾ ഇങ്ങനെ ബാണാസുര ഡാമിൽ എത്തിയിരിക്കുകയാണ്. കുഞ്ഞി പെണ്ണിനെ അതാണ്ട് ഡിക്കിയിൽ ഇരുത്തിയിട്ടുണ്ട്. കുഞ്ഞി പെണ്ണിനെ ഇവിടെ ഇരുത്തിയിട്ടാട്ടാ പോകുന്നത് ഞങ്ങള്. ടാറ്റാ ടാറ്റാ ഒരു ടാറ്റ തന്നെ. ടാറ്റാ കുഞ്ഞി ഇവിടെ ഇരുന്നോട്ടാ. ഈ ചാടല് നല്ല മഴയാണ് കണ്ടോ. ശേഷം നല്ല മഴയുണ്ട്. കുടയൊക്കെ വീഴ്ത്തിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നമ്മളങ്ങനെ ബാണാസുര സാഗറിൽ വന്നിവിടെ ഭയങ്കര തിരക്കാണ് കണ്ടോ. ഭയങ്കര തിരക്ക്. പ്രിൻസ് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അഡൽറ്റ് 40 രൂപ, ചൈൽഡ് 20 രൂപ, ഫോട്ടോഗ്രാഫി 50, വീഡിയോഗ്രാഫി 1000. അങ്ങനെയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ 25 രൂപ ഒരാൾക്ക് കൊടുത്താൽ നമുക്ക് വണ്ടിക്ക് അവർ മുകളിൽ കൊണ്ടുവന്നാക്കും. അപ്പം നമ്മൾ അങ്ങനെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. തിരിച്ചും അതിന് തന്നെ വരാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇവിടെ ക്യൂവിൽ. കണ്ടോ അതേപോലത്തെ ഒരു വണ്ടിയാണ്. കേരള ഹൈദരാബാദ് ടൂറിസം സെൻറ്റർ വയനാട് എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പൊരിഞ്ഞ മഴയും കൂടിയാണ്. ആ ബസ് ഫുള്ളായി. നമുക്ക് സ്ഥലം കിട്ടിയില്ല. അടുത്തതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക്. നമ്മളങ്ങനെ ഇതേപോലത്തെ ഒരു വണ്ടിയിൽ കയറി മുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ മുകളിലോട്ടും താഴോട്ടും ഒക്കെ നടന്നു പോകുന്നുണ്ട്. അവിടെ ഒരു സ്റ്റെപ്പ് പോലെ കണ്ടോ. ആ മുകളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ മഴ കാരണം കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പാടായതുകൊണ്ടാണ് നമ്മൾ വണ്ടിയിൽ പോകുന്നത്. നമ്മൾ വണ്ടിയിൽ ഇവിടം വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ ഡാമിൻ്റെ ഇവിടെ വന്നിറങ്ങി. നല്ല കിടുക്കാച്ചി മഴയാണ്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്ന് മണ്ണെല്ലാം എടുത്ത് മാറ്റി. സ്പീഡ് ബോട്ട് മഴയാണെങ്കിലും സർവീസിന് സ്പീഡ് ബോട്ട് ഇവിടെ വരണം. പണ്ട് നമ്മൾ വരുമ്പോ ഇങ്ങനെയല്ലായിരുന്നു. അതെ 2-3 ഉണ്ട്. പുറകെ വരുന്നുണ്ട്. കണ്ടില്ലേ കടാ. അങ്ങനത്തെ ഇതൊരെണ്ണം അതൊരെണ്ണം എന്താണ്ട. വെയിലും മഴയും വരുന്നുണ്ട്. ഏതോ ഒരു കുറുക്കൻ്റെ കല്യാണമാണ് നടക്കുന്നത്. നമ്മൾ ക്ഷണിക്കാത്തത് കൊണ്ട് പിന്നെ നമ്മൾ പോകുന്നില്ല. എൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ നിന്ന് താഴെയായിട്ട് നോക്കിയാണ്ടോ. നമ്മളിതാ ആ വഴിക്കാണ് വണ്ടിക്ക് വന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. കാറ്റും പാടാ കുഞ്ഞു ഏതിലേ. നമ്മളങ്ങനെ ബോട്ട് ചെട്ടിയിലോട്ട് ആയിക്കോട്ടെ കേട്ടോ. എടുത്തോട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ. ഷാരോൺസ് ഫൺ വ്ലോഗ്. നമ്മളങ്ങനെ ബോട്ട് ചെട്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ ക്ലൈമറ്റ് ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ റൊമാൻറ്റിക് ആയിട്ട് 2 റീൽസ് എടുക്കാമെന്ന്. പക്ഷേ എവിടെ അവ സമ്മതിക്കുകയല്ല. നമ്മൾ റീൽസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറി അവനങ്ങനെ നമ്മൾ റീൽസ് എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പ്രിൻസിൻ്റെ സോനയുടെ പിന്നെ അവരുടെ ഒരു റീൽസ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ഒക്കെ പോസ്റ്റ് ചെയ്ത് റീൽസൊക്കെ എടുത്തേ. അങ്ങനെ ബാണാസുര ഡാം കണ്ടിട്ട് നമ്മൾ നേരത്തെ പോകുന്നത് വണ്ടിക്കാണെങ്കിലും പോകുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിലൂടെ ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു. അങ്ങ് വരെ പോകണം നമുക്കിനി. ഇവിടുത്തെ സിപ്പ് ലൈൻ ഇവിടെ വലിയൊരു വെള്ളക്കുണ്ടാണ്. എന്നിട്ട് അവിടെ പോകാനായിട്ട് ഇതേപോലെ പാറക്കല്ലുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ ചവിട്ടിയാണ് ഓരോരുത്തർ പോകുന്നത്. സിപ്പ് ലൈനിൽ താണ്ട് ഒരാൾ വരുന്നുണ്ട്. സിപ്പ് ലൈൻ ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. അതുകൊണ്ട് തന്നെ വലിയ ആൾക്കാരൊക്കെ ഇരുന്ന് ഊഞ്ഞാലിരുന്ന് ആടുന്ന കണ്ടില്ലേ. കുഞ്ഞു സണി എവിടെയൊക്കെ കയറണമെന്ന് വിചാരിച്ച് ഇങ്ങനെ അന്തം വിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഊഞ്ഞാലാടുവാണോ?
താഴെ ഗെയിം സോണിൽ വന്നപ്പോഴത്തേക്കും കൊച്ചിന് ബമ്പർ കാറിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവന് ഞാനും കൂടി ചെന്നേ പറ്റുള്ളൂ, തന്നെ പറ്റില്ല എന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചതുകൊണ്ട് ഞാനും കയറി. എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണും കൂടെ വന്നിട്ടുണ്ട്. നേരാവണ്ണം കാർ ഓടിക്കാൻ അറിയത്തില്ലാത്ത ഞാൻ ഇതിൽ കയറിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയും എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ പുള്ളി ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കറക്കി നോക്കി. ബാക്കിലോട്ടും പോകുന്നില്ല, ഫ്രണ്ടിലോട്ടും പോകുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പുള്ളി പറഞ്ഞതനുസരിച്ച് താഴെ ക്ലച്ച് ഉണ്ടായിരുന്നു, അതിൽ ചവിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ പ്രസ് ചെയ്ത് ഒരു വിധത്തിലൊക്കെ വണ്ടി ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചും ഒക്കെ ഞാൻ ഒരു വിധത്തിൽ കൊണ്ടു തന്നു. അപ്പോൾ ഈ കൊച്ചിനെ കണ്ടില്ലേ, അവൻ ഞങ്ങളുടെ വണ്ടിയിലോട്ട് വന്ന് ഇടിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പെണ്ണി വണ്ടി വന്ന് ഇടിക്കുമ്പോഴത്തേക്കും ഒരു കുലുക്കം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര പേടിയും ഭയങ്കര കരച്ചിലുമായിരുന്നു. അവൾ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങിയപ്പോഴേക്കും പിന്നെ ഞാൻ അവളെ പുറത്തേക്ക് കൊടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ തന്നെ ഇരുന്ന് ഓടിക്കാൻ തുടങ്ങി. കാരണം അവളുടെ കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ ഇരുന്ന് ഓടിക്കാൻ വേണ്ടി തുടങ്ങിയുണ്ട്. ഇവനെ കൊണ്ടുവന്ന് ഇടിപ്പിക്കലായിരുന്നു ഇവൻ്റെ സ്ഥിരം പരിപാടി. എനിക്കത് മര്യാദയ്ക്ക് ഓടിക്കാനും പറ്റും. അങ്ങനെ നമ്മൾ ഡാമിൽ പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണത് കണ്ടിട്ട് നമ്മളിങ്ങനെ പെണ്ണിന് ഒരു ചെറിയ ബാഗ് വാങ്ങിക്കുകയാണ്, കുഞ്ഞിപ്പെണ്ണിന്. ഇതിൻ്റെ വേറെ ടൈപ്പ് ഉണ്ടോ? കുറച്ചുകൂടെ നല്ല പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് വരുന്നു. അതിനാ ഇത് 200. അത് വേണോ? ലൈറ്റൊക്കെ ഉള്ളത് അല്ലേ? അത് പോകുന്ന അല്ല, ബാറ്ററി മാറ്റിയിടാം. അപ്പം നമ്മൾ വൈകുന്നേരമായി ഇവിടെ ഏതോ ഒരു സ്ഥലത്തെത്തി. ചുരത്തിൻ്റെ താഴെ വരെ എത്തി. ഇവിടെ നല്ല ചൂടുള്ള പായസങ്ങൾ കണ്ടു. പായസം എന്താ ഇവിടെ സംഭവം ഉള്ളതെന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടെ ഒന്ന് വണ്ടി നിർത്തിയതാണ്. നമ്മൾ ആദ്യം ഒരു മുളകരി പായസം വാങ്ങിച്ചു. എങ്ങനെയുണ്ട്? അല്ല പിടിച്ചോ, നമ്മളെല്ലാരും മുളകരി പായസം കുടിക്കുകയാണ്. ചൂട് മൊത്തം കുടിക്കാനാണ് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കണേ. അല്ല, ഒരെണ്ണം കൂടെ വേണം പായസം. നമ്മളങ്ങനെ മുളകരി പായസമൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ്. നല്ല മഴയാണ്, നല്ല കോടയൊക്കെ ഉണ്ട്. അത് കാണിച്ചു തരാം. വണ്ടി ഇറക്കി വിടൂല ഒന്നെങ്കിൽ കാണാവോ? നല്ല കോടയാ. കാണാവോ? നല്ല കോടയാണ്. കാണാവോ? നമ്മൾ തിരിച്ചു വീട്ടിലോട്ട് പോവുകയാണ്. പക്ഷേ കോടയാണ് മക്കളെ, കോടയാണ്. ഇപ്പൊ എങ്ങനെ പോകും എന്താണെന്നൊന്നും അറിയത്തില്ല. ഇറങ്ങിയാലോ? 2 മിനിറ്റ്. ഇറങ്ങാടാ. ഞങ്ങൾ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് കുറച്ച് നേരം അവിടെ കോടയൊക്കെ കണ്ട് അവിടെ നിന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ തണുപ്പ് നമുക്ക് ഇങ്ങനെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. നമുക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ഈ ചുരത്തിൻ്റെ അവിടെ ഈ കോട കാരണം പോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ. പക്ഷേ എന്തുകൊണ്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പങ്ങളുണ്ടായില്ല. ഈ സമയത്തൊക്കെ വരാതിരിക്കണമായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ. ഇതിപ്പം നമ്മൾ റിട്ടേൺ വരാൻ ഒത്തിരി ലേറ്റായിപ്പോയി, അതാണ് പ്രശ്നം. പക്ഷെ എന്നാലും യാത്രയൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഈ ചുരമായതുകൊണ്ട് നല്ലൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ചിങ്ങനെ മഞ്ഞ് ഇതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര പ്രശ്നമാകുമല്ലോ. എങ്കിലും നമ്മൾ ഒരുവിധം മാനേജ് ചെയ്ത് അങ്ങനെ ചുരം ഇറങ്ങി താഴെ എത്തിയേ. നമ്മളങ്ങനെ വയനാട് യാത്ര കഴിഞ്ഞ് രാത്രി 9-9:30 നമ്മുടെ വീടിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. പ്രിൻസ് കള്ളപ്പം, സോനായും പൊറോട്ട വാങ്ങി. നമ്മളെല്ലാവരും കൂടെ ഒരു ബീഫ് കറിയും കൂടെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ചേട്ടായിക്ക് അൽഫാമാണ്, അതിതുവരെ വന്നില്ല. അങ്ങനെ ചേട്ടായിയുടെ അൽഫാമും ഇവിടെ വന്നിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇതാ ഉറങ്ങിപ്പോയി.